ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓണസദ്യയ്ക്ക് നല്ല സ്വാദോടുകൂടി ഒരു അവിയലുണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ അവിയലുണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതേ ഞാൻ സ്റ്റൗവിലാണ് ചെയ്യുന്നത്. ഇത് അടുപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ സ്റ്റൗവിൽ ഒരു മൺചട്ടിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഒരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ എത്തിട്ട് നമ്മൾ ചേർക്കുന്ന പച്ചക്കറികൾ അടുക്കി പിടിക്കാതിരിക്കാനും നമ്മുടെ അവിയലിന് സ്വാദ് കൂടാനും ഇത് ഉപകരിക്കും കേട്ടോ, ഇങ്ങനെ വെളിച്ചെണ്ണ ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് തണ്ടോട് കൂടിയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ, ഞാൻ ഏറ്റവും അടിയിൽ ചേർത്തിട്ടുള്ളത് ഏത്തക്കായാണ്. വേവ് കൂടുതലുള്ളത് ഏത്തക്കായ്ക്കായതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഇത് കുറച്ച് പടവലങ്ങ, ഒരു ചെറിയ കഷ്ണം പടവലങ്ങ. സാധാരണ നമ്മൾ അവിയലിന് അരിയുന്ന പോലെ തന്നെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഏത്തക്കയും പടവലങ്ങയും വെള്ളരിക്കയും ഒക്കെ ഞാൻ നീളത്തിൽ സാധാരണ നമ്മൾ അരിയും പോലെ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക. ഒരുപാട് കഷ്ണങ്ങൾ ചേനയോ ചേമ്പോ ഒന്നും ഞാൻ അതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. അതങ്ങ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങാണ്. ഇതുപോലെ കട്ട് ചെയ്തത്. ഇതും അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങിന് വേവ് വളരെ കുറവാണല്ലോ, അതുകൊണ്ട് ഉരുളക്കിഴങ്ങും ഇതുപോലെ വഴുതനങ്ങയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. തക്കാളി, 2 പച്ചമുളക്, ഒരു ചെറിയ സവോള. അപ്പോൾ ഈ തക്കാളിയുടെയും ഈ വഴുതനങ്ങ, വെള്ളരിക്ക ഇതിൽ നിന്നൊക്കെ ഉള്ള വെള്ളം ഇറങ്ങിയിട്ട് തന്നെ നമ്മുടെ ഈ അവിയൽ വെന്ത് വരും. അപ്പം സവോളയും പച്ചമുളകും തക്കാളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് പച്ചമാങ്ങ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ തക്കാളിക്ക് പുളിയുള്ളതാണ്, അതുകൊണ്ട് പച്ചമാങ്ങ ചേർത്തിട്ടില്ല. ഇനി ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ചട്ടി ഒന്നങ്ങ് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റും. കാരണം നമ്മൾ വെള്ളം ഒരുപാട് ചേർക്കുന്നില്ലല്ലോ. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പുണ്ട് തേങ്ങ, കുറച്ചധികം തന്നെ കാന്താരിമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതുപോലെ 1 കുടം വെളുത്തുള്ളി. ഈ വെളുത്തുള്ളിയുടെ ഒരു 4 അല്ലി ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും വെളുത്തുള്ളി അരച്ചാൽ ചിലപ്പോൾ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ല് മുമ്പോട്ട് നിൽക്കും. അപ്പോൾ അതേ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നമ്മുടെ അവിയൽ ചട്ടി ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ ഈ അവിയലിൽ നിന്ന് ഈ തക്കാളിയുടെയൊക്കെ ജ്യൂസ് ഒന്ന് ഇറങ്ങിയിട്ട്, അതുപോലെ തന്നെ പച്ചക്കറിയുടെയൊക്കെ ഒരു വെള്ളം ഒന്ന് ഇറങ്ങി വന്നിട്ട് അവിയലിലേക്ക് ഒരു സ്വല്പം വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അടിയിലൊന്നും ഒട്ടും പിടിക്കുന്നില്ല. ഇങ്ങനെ ഒട്ടും വെള്ളം ചേർക്കാതെ വയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 2 മിനിറ്റ് ഇടവിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മൺചട്ടിയുടെ ആയതുകൊണ്ട് അടിയിൽ പിടിക്കും. അപ്പം നമ്മൾ ആ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്കിത് അടിയിൽ പിടിക്കാതെ നോക്കാൻ പറ്റും. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൂട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതിൽ നിന്ന് നമ്മുടെ അവിയലിന് ആവശ്യത്തിനുള്ള വെള്ളം, അവിയൽ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതിൽ നിന്ന് തന്നെ ഊറി വന്നിട്ടുണ്ടാവും. നമുക്കൊന്നുകൂടി ചട്ടി അടച്ച് വെച്ച് കൊടുക്കാം. അപ്പം അത് ഞാൻ വീണ്ടും തുറന്നു. ഒന്നുകൂടി ഒന്നങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ. കൂടെ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് അടിയിൽ പിടിക്കുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. അടിയിലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കരിഞ്ഞൊരു ടേസ്റ്റ് വന്നാൽ പിന്നെ നമ്മുടെ അവിയൽ ഒരു സുഖം ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. ആ ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ, ആ ഒരു മണം, അവിയലിൻ്റെ മണം തന്നെ ആകെ മാറും. ഇല്ലെങ്കിൽ നമ്മൾ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലല്ലേ വരുന്നത്. അപ്പോൾ അതേ അരച്ചു കൊണ്ടുവന്ന അരപ്പ് ഏകദേശം നമ്മുടെ അവിയലൂടെ വെന്ത് വരികയാണ്. അപ്പോൾ ഈ അരച്ചു കൊണ്ടുവന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പ് ഇതിൽ വെള്ളമെന്ന് പറഞ്ഞ് ഞാനിത് ചേർത്ത സമയത്ത്
ഒരല്പം വെള്ളം ചേർത്ത് അരച്ചത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു തുള്ളി വെള്ളവും ഞാൻ അതിൽ ചേർത്തിട്ടില്ല. അപ്പം നമ്മുടെ അവിയലിന് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കണ്ടോ, ഇതിൽ നിന്ന് എല്ലാം പച്ചക്കറിയിൽ നിന്നെല്ലാം ഇറങ്ങി വന്ന വെള്ളം കൊണ്ട് നമ്മുടെ അവിയലിൽ ആവശ്യത്തിനുള്ള വെള്ളം വന്നു. ഇനി ഇതിലിരുന്ന് ഈ അരപ്പും കൂടെ ചേർന്നിരുന്ന് വെന്ത് വരുമ്പോൾ നല്ല കിഡിലൻ ടേസ്റ്റിൽ കിട്ടും കേട്ടോ നമ്മുടെ അവിയൽ. വെള്ളം ചേർക്കാതെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടേസ്റ്റാണ് അവിയൽ. ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അരപ്പൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടെ നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ അവിയൽ കാണാനായിട്ട് നല്ല അടിപൊളി ഭംഗിയായിട്ടുണ്ട്. ടേസ്റ്റിനും ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അടിയിൽ പിടിക്കാതെ ഇതുപോലെ അടി താങ്ങത്ത് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ദേ ആ ഊറി വന്നിട്ടുള്ള വെള്ളമൊക്കെ നല്ല കറക്റ്റായിട്ട് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അവിയൽ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പം ഇനി നമുക്ക് ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണെന്ന് നോക്കാം. ഉപ്പും എരിവൊക്കെ നല്ല പാകത്തിനാണ്, നല്ല കിഡിലൻ ടേസ്റ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവസാനമായിട്ട് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയും കറിവേപ്പിലയും അവസാനം ചേർക്കുമ്പോഴാണ് നമ്മുടെ അവിയലിന്, നമ്മുടെ എന്താ പറയുക, ഓണസദ്യയൊക്കെ വിളമ്പുന്ന സമയത്ത് നല്ല അടിപൊളി മണവും ആ സ്വാദും ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഇത് നമ്മൾ സ്കിപ്പ് ചെയ്യുക തന്നെ ചെയ്യണം. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കില്ലേ, ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് വിശദമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അടുത്ത മറ്റൊരു ഓണം വിഭവമായി വരുന്നത് വരെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.